മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാന വിമർശനം. മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളിൽ ജനത്തിന് സംശയമുണ്ടെന്ന വിമർശനമുയർന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയും വെള്ളാപ്പള്ളിയുമായുള്ള സഹകരണവും തിരിച്ചടിയായെന്നും എക്സിക്യൂട്ടീവ് വിലയിരുത്തും. ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗവും തോൽവി ചർച്ച ചെയ്യും. സുനിൽ ഐസക് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, നമ്മൾ നേരത്തെ സംസാരിച്ചു വെച്ചതുപോലെ തന്നെ CPIക്ക് കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വൺ മാൻ ഷോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം തീരുമാനമെടുത്ത് അത് നടപ്പാക്കിയതിലുള്ള പാളിച്ച, അതൊക്കെയാണ് ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമായത് എന്ന വിമർശനം CPI നടത്തുമ്പോഴും അത് തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം CPMന്റെ തലയിൽ വെച്ചുകൊട്ടാനുള്ള ശ്രമം അതിനിടയിൽ ഉണ്ട് താനും. അപ്പോൾ ഇന്ന് ചേരുന്ന പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളിൽ അതിൻ്റെ തുടർച്ചയായി ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളും ആലോചനകളും ഉണ്ടാകും? CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം, പരാമർശം ഒരു ഘടകകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്നത് ഏറ്റവും ഗൗരവമായ കാര്യം കൂടിയാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നായിരുന്നു CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളുടെ വിലയിരുത്തൽ. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും പറയുകയും ചെയ്തിരുന്നു. പക്ഷേ CPI കുറെ കൂടി കടന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ വിചിന്തനം ചെയ്യുന്നത്. അവർ പറയുന്നത് അതങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായ വികാരം കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ഉയർന്നിട്ടുള്ള വിമർശനം. അതിനവർ ചില കാരണങ്ങൾ കൃത്യമായി എടുത്തു കാണിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ രീതികൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ചില ഘട്ടത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചില തീരുമാനങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെയൊക്കെ പോലുള്ള ആളുകളെ മുഖ്യമന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ LDFൽ നിന്ന് അകന്നു പോകാനുണ്ടായ കാരണമായി. മാത്രമല്ല, വെള്ളാപ്പള്ളിയെ തിരുത്താൻ മുഖ്യമന്ത്രിയോ CPMോ തയ്യാറാകാതിരുന്നതും ആളുകൾക്ക് ഈ മുന്നണിയോട് വലിയ അകൽച്ച ഉണ്ടാക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി എന്നാണ് LDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നായ CPIയുടെ സംസ്ഥാന നേതൃയോഗത്തിലെ വിമർശനം എന്നത് അതീവ ഗുരുതരമായ കാര്യമായി തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാട്, രീതികൾ, പ്രവൃത്തികൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ വലിയ വിമർശനങ്ങൾ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, CPM തള്ളിക്കളഞ്ഞ, അതായത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ CPMനെ തിരുത്തുകയാണ് CPI ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി CPI ഉയർത്തി കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടി ആയിട്ടില്ലെന്നായിരുന്നു CPMന്റെ നിലപാട്. തിരിച്ചടിയേ ആയിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ CPM എടുത്ത നിലപാടെങ്കിൽ ഇന്നലെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എതിരാളികൾ ഉന്നയിക്കുന്ന രീതിയിൽ അത്രമേൽ ഗൗരവമായ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ CPI പറയുന്നു അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അത് മാത്രമല്ല, CPMന്റെ ചില നിലപാടുകൾ ഈ തിരിച്ചടിക്ക് ആക്കം കൂട്ടിയെന്നുകൂടി CPI പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതാണ്. പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ചത് ഭൂരിപക്ഷ സമുദായങ്ങളെയും LDFൽ നിന്ന് അകറ്റി. അങ്ങനെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, വിവാദങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തെ അകറ്റിയെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള LDFൽ നിന്ന് അകറ്റാൻ കാരണമായി. അങ്ങനെ സകല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും എതിർപ്പ് സമ്പാദിച്ച് കൂട്ടിയതാണ് ഈ വലിയ തോൽവിക്ക് കാരണമെന്നാണ് CPIയുടെ ഒരു പൊതുവായ വിലയിരുത്തൽ. മാത്രമല്ല, ഈ സർക്കാർ വിരുദ്ധ വികാരം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ലെന്നാണ് CPMന്റെ വിലയിരുത്തൽ. പക്ഷേ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായി എന്ന് CPI കണക്ക് കൂട്ടുന്നു. അതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടും ജനം LDFന് വോട്ട് ചെയ്യാതിരുന്നത് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ തെളിവാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും CPMനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും കണിശമായി വിമർശിച്ചുകൊണ്ടാണ് CPIയുടെ ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ സമാപിക്കുന്നത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഉണ്ടായ വിമർശനങ്ങൾ ഇന്ന് സംസ്ഥാന സമിതിയിൽ
പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം വലിയ തോതിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരുപക്ഷെ ഇന്നലെ സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവിലും ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള വിമർശനം ഇന്ന് സർക്കാരിനും CPM-നുമെതിരെ ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും 10 മണിക്കാണ് യോഗം. അല്പസമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ ഈ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകൾക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് മറുപടി പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി.